നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണ അതിസേവിതം കവിധ്വജംബു വലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവദേവി അമ്മേ ഭഗവതി ഋഷിണി. ഓം സുബ്രഹ്മണ്യ സ്വാമി ഋഷിണി സ്വാമി ഋഷിണി. ഓം കാളി ഓം ദുർഗാദേവി അമ്മേ ദേവി. നമസ്കാരം. ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മെയ് മാസത്തിൽ വന്നു ചേരാൻ പോകുന്ന ഗജലക്ഷ്മി യോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏകദേശം 102 വർഷങ്ങളോളമായിട്ടുണ്ട് ഗജലക്ഷ്മി യോഗം നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്ര ജാതരെ അനുഗ്രഹിച്ചിട്ട്. 2026 പകുതിയോടെ 2026 മെയ് മാസം പകുതിയോട് വ്യാഴം, ശുക്രൻ എന്നീ ശുഭഗ്രഹങ്ങളുടെ വിന്യാസം രൂപപ്പെടുന്നു. 2026 മെയ് മാസം പകുതിയോടുകൂടി വ്യാഴം, ശുക്രൻ എന്നീ ഭാഗ്യഗ്രഹങ്ങളുടേതായ വിന്യാസം രൂപപ്പെടുന്നു. അവയുടെ വിന്യാസത്തിലൂടെ സൃഷ്ടിതമാകുന്ന ഭാഗ്യദായകമായ യോഗമാണ് ഗജലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. ഗജലക്ഷ്മി യോഗം രാജയോഗമാണ്. ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ ഗജലക്ഷ്മി യോഗം വന്നു ചേരുന്ന നക്ഷത്ര ജാതർക്ക് അനുഭവ വേദ്യമാകുവാനുള്ള ഭാഗ്യമുണ്ടാകും. അതായത് ജ്യോതിഷത്തിൽ വ്യാഴം ഭാഗ്യത്തിൻ്റെയും ശുക്രൻ ഐശ്വര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ ഒന്നു ചേർന്ന് വരുമ്പോഴുണ്ടാകുന്ന ഭാഗ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭാഗ്യവും ഐശ്വര്യവും ഒരുമിച്ച് ചേരുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ ഏറ്റവും അധികം ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആ ഭാഗ്യ ഐശ്വര്യങ്ങളാണ് വ്യാഴ, ശുക്ര ഗ്രഹങ്ങളുടെ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ കുറച്ച് നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോവുകയാണ്. 102 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നക്ഷത്ര ജാതർ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വമ്പൻ സാമ്പത്തിക നേട്ടങ്ങളും ആഡംബരങ്ങളും വന്നു ചേരുന്ന വളരെ ഹൃദ്യമായിരിക്കുന്ന, അനുഭവവേദ്യമായിരിക്കുന്ന, ആഹ്ലാദകരമായിരിക്കുന്ന അവസ്ഥയാണ് ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളാൻ പോകുന്നത്. ആദ്യത്തേത് ഇടവം രാശി നക്ഷത്ര ജാതരായിരിക്കുന്ന രോഹിണി നക്ഷത്ര ജാതർക്കും മകയിരം പകുതി നിലനിൽക്കുന്ന നക്ഷത്ര ജാതർക്കും ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഭാഗ്യം അനുഭവവേദ്യമാവുകയാണ്.
ഇടവം രാശിയിൽ ശുക്രൻ്റെ സാന്നിധ്യവും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയും വന്നു ചേരുകയാണ്. ആയതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾക്ക് സുവർണകാലം എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായ വലിയ ഒരു തുക കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യം ഈ നക്ഷത്ര ജാതർക്കുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വലിയ വിജയം ഇവർക്ക് വന്നു ചേരും. സമൂഹത്തിൽ ഇവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങൾ വാങ്ങുവാനോ വീട് വയ്ക്കുന്നതിനോ വീട് നവീകരിക്കുന്നതിനോ ഉള്ള ഭാഗ്യം രോഹിണി മകയിരം പകുതി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രോഹിണി മകയിരം പകുതി നക്ഷത്ര ജാതർക്ക് വളരെ വളരെ ഐശ്വര്യദായകവും ക്ഷേമദായകവും സമൃദ്ധിദായകവുമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം വന്നു ചേരുക തന്നെ ചെയ്യും. 2026 മെയ് പകുതിയോടുകൂടി ആരംഭിക്കുന്ന വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹദായകമായിരിക്കുന്ന ചേർച്ചയിലൂടെ ഉണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങളാണ് ഈ നക്ഷത്ര ജാതരിലേക്ക് പല തരത്തിലുള്ള ഭാഗ്യമായി എത്തുന്നത്. അതുപോലെ തന്നെ അവിവാഹിതരായി നിൽക്കുന്ന ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് വലിയ ശ്രേഷ്ഠതയുള്ള സമ്പത്ത് നിറഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം വന്നു ചേരും എന്നുള്ളത് വ്യക്തമായും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ വളരെ സന്തോഷജനകമായിരിക്കുന്ന ദാമ്പത്യ ജീവിതവും വന്നു ചേരും. അപ്പോൾ സാമ്പത്തിക ഉന്നതിയും കുടുംബപരമായ ആഹ്ലാദകരമായ നിമിഷങ്ങളും വളരെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിത വ്യവസ്ഥകളും രോഹിണി മകയിരം പകുതി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നു. ഗജലക്ഷ്മി രാജയോഗം വളരെ നന്നായി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഈ രണ്ട് നക്ഷത്ര ജാതരും. അടുത്തത് കർക്കിടകം രാശി നക്ഷത്ര ജാതരായ പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്ര ജാതരാണ്. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി വന്നു നിറയുന്ന, ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക നില ഉയർന്നു വരുന്ന ഈ നക്ഷത്ര ജാതർ വളരെ ഭാഗ്യവാന്മാർ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കർക്കിടകം രാശി ജാതർക്ക് വ്യാഴം ഉച്ച രാശിയിലാണ് നിലനിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായും ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്ര ജാതരായിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് സ്വാഭാവികതയിൽ കവിഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയാണ് ഗജലക്ഷ്മി യോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ലഭിക്കുവാൻ ഭാഗ്യം കാണുന്നു. ഉന്നത പഠനത്തിനും തൊഴിലിനുമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്ര ജാതർ ഗജലക്ഷ്മി രാജയോഗത്താൽ വലിയ അനുഗ്രഹം സിദ്ധിച്ചവരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യക്കുറിയിലെ വലിയ തുകയൊക്കെ സമ്മാനമായി വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യക്കുറികൾ വാരി വലിച്ചെടുക്കരുത്. 1 2 ഭാഗ്യം വരുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ. അടുത്തത് കന്നി രാശിയിലെ അത്തം ചിത്തിര പകുതി നക്ഷത്ര ജാതരാണ്. കന്നി രാശിക്കാരുടെ ഭാഗ്യസ്ഥാനം അഥവാ 9ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സംയോഗം നടക്കുന്നത്. അല്ലെങ്കിൽ ഈ യോഗം അഥവാ ഗജലക്ഷ്മി രാജയോഗം വന്നു ചേരുന്നത്. പാരമ്പര്യ സ്വത്ത് ലഭിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ട്. മുതിർന്നവരിൽ നിന്നും ഗുരുസ്ഥാനീയരിൽ നിന്നും വലിയ പിന്തുണയും ഭാഗ്യവും വന്നു ചേരും. ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം വർധനവുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വന്നു ചേരും. അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകളിൽ പങ്കാളികളാകുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും. ദേശദേവതമാരുടെ അനുഗ്രഹം പൂർണ്ണമായും വന്നു ചേരുക തന്നെ ചെയ്യും. മുമ്പ്
നഷ്ടപ്പെട്ടു പോയ പണം ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ചത് വന്നു ചേരും. അതുപോലെ തന്നെ ഋണബാധ്യതകൾ അഥവാ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്നതിനായി കഴിയും. എന്ന് പറഞ്ഞാൽ കടബാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാകും എന്നർത്ഥം. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യമാണത്. കടബാധ്യതകൾ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതില്ലാതായി മാറും. അതിനുള്ള ഭാഗ്യം ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ വന്നു ചേരുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി ഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വിദേശത്തെയും സ്വദേശത്തെയും ഭാഗ്യക്കുറികളിലൂടെ വലിയ തുകകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നു, നേരത്തെ വളരെ കൂടുതൽ തുകയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതി ചിലർക്ക് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് കിട്ടാതെ പിന്നെ അതിനെ നമ്മൾ ഉപേക്ഷിച്ചു കളഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലും അത്തരം ധനഭാഗ്യങ്ങൾ തിരികെ നിങ്ങളുടെ കയ്യിലേക്ക് വരിക തന്നെ ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ 2026 കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ 2026 വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും പൂർണ്ണമായും സൗഭാഗ്യദായകമായൊരു ജീവൽ വ്യവസ്ഥകളായിരിക്കും ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനു രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പൂരാടവും ഉത്രാടം ആദ്യ പാദം അഥവാ ഉത്രാടം കാൽ ഇതിൽ ജനിച്ച നക്ഷത്ര ജാതർക്ക് പരിപൂർണമായ ഭാഗ്യമാണ് ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. ധനുരാശിയുടെ അധിപൻ വ്യാഴമാകയാൽ ഈ നക്ഷത്ര ജാതർക്ക് വലിയ വലിയ ഭാഗ്യമാണ് ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരമാണ് ഈ നക്ഷത്ര ജാതരിലേക്ക് വരാൻ പോകുന്നത്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും. കുടുംബത്തിലെ വിവാഹം, നൂലുകെട്ട്, പേരിടിയിൽ തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ പ്രശസ്തിയും ആദരവും ഈ നക്ഷത്ര ജാതരിലേക്ക് വന്ന് നിറയുക തന്നെ ചെയ്യും. കലാരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ നിൽക്കുന്നവർക്ക് നേതൃ പദവികളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളിൽ വളരെ ഭാഗ്യദായകമായ അവസ്ഥ വന്നു ചേരും. അതുപോലെ തന്നെ സമ്പത്തിൻ്റെതായ വരവ് നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഉണ്ടാകുന്നത്. ഭാഗ്യദായകമായ ഒട്ടനവധി അവസരങ്ങൾ പൂരാടം ഉത്രാടം കാൽ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന നല്ല നല്ല അവസരങ്ങൾ സമൃദ്ധിദായകമായ തരത്തിൽ ജീവിതത്തിൽ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഗുണങ്ങളായി നമുക്ക് പറയാൻ കഴിയുന്നത് വീട്ടിൽ ഐശ്വര്യവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിറഞ്ഞു നിൽക്കും. വീടൊക്കെ നല്ല വൃത്തിയാക്കിയിടണം. കൃത്യമായ സമയത്ത് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഇതൊക്കെ മഹാലക്ഷ്മി ദേവിയുടെ വരവിന് പാത്രീഭൂതമാകുന്ന കർമ്മങ്ങളാണ്. ഗജലക്ഷ്മി യോഗം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ ഈ നക്ഷത്ര ജാതരായ ആളുകളൊക്കെ വീടൊക്കെ വൃത്തിയാക്കിയിടണം. കൃത്യമായ സമയത്ത് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയണം. അതിലൂടെ ഗജലക്ഷ്മി യോഗത്തിൻ്റെ വലിയ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഏതു കാര്യവും ധൈര്യപരമായി ഏറ്റെടുക്കുവാനും ഏതു കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുവാനും കഴിയും. ദീർഘകാലമായി സന്താനങ്ങളൊന്നും ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് ഭാഗ്യദായകമായിട്ടുള്ള വാർത്തകൾ കേൾക്കുവാൻ ഇടയാകും. അത് പ്രത്യേകം എടുത്തു പറയണം. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ സന്താന ജനനമുണ്ടാകുമെന്നുള്ള കാര്യം കൃത്യമായും അറിയണം. അതായത് നമ്മൾ പറഞ്ഞ നക്ഷത്ര ജാതരിൽ ആർക്കെങ്കിലും കുട്ടികളൊക്കെ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും മംഗള കർമ്മങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും മഹേശ്വര ക്ഷേത്രത്തിലും മഹാലക്ഷ്മി ക്ഷേത്രത്തിലും ദുർഗാദേവി ക്ഷേത്രത്തിലും അന്നപൂർണേശ്വരിയിലും കാളീദേവി ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തുക. അകമഴിഞ്ഞുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ മനസ്സിൻ്റേതായിരിക്കുന്ന ഉപാസനകളും അതിന്
നല്ല വഴി തുറന്നു തരിക തന്നെ ചെയ്യും. ഗജലക്ഷ്മി രാജയോഗം വന്നു ചേരുമ്പോൾ അതിൻ്റെ ആ ഭാഗ്യം പൂർണ്ണമായും ലഭിക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. വ്യാഴാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് ഗജലക്ഷ്മി യോഗത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ഈ പൂജകൾക്കായി ചെല്ലുന്ന സമയത്ത് തുളസിമാലയോ താമരപ്പൂ മാലയോ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയും ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ഭാഗ്യദായകമായ അവസരമായി മാറും. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പലഹാരങ്ങൾ ദാനമായി നൽകുക. നിത്യവും സന്ധ്യാനേരത്ത് കനകതാര സ്തോത്രം ജപിക്കുക, അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനോ പഠനത്തിനോ നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ധനസഹായം നൽകുക. ലക്ഷ്മി പ്രീതിക്ക് വളരെ ഉപകാരപ്രദമാണിത്. ശനിയാഴ്ചകളിൽ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നതും ഭാഗ്യദായകമായ അനുഭവത്തെ തരും. അപ്പോൾ തീർച്ചയായിട്ടും ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഫലങ്ങൾ ലഭിച്ച് ഭാഗ്യദായകമായിരിക്കുന്ന ജീവിത സഞ്ചാര വ്യവസ്ഥകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.